ഇപ്പൊ വിശ്വസിക്കണ്ട. തെളിവുകൾ ഓരോന്നായി ഞാൻ അവളുടെ മുന്നിൽ നിരത്തും. അന്ന് അവള് വിശ്വസിക്കും. ശരിക്കും അവന്തിക പറഞ്ഞത് സത്യമാണോ? സച്ചിയുടെ കൂടെയുള്ള പെണ്ണും സച്ചിയും തമ്മിൽ പ്രേമമാണെന്ന് അവന്തിക്ക് ഉറച്ച വിശ്വാസമുണ്ടോ? എനിക്കുറപ്പുണ്ട്. അവൻ അവളെ ചതിക്കുക. അവര് തമ്മിൽ അത്രയ്ക്ക് അടുത്തിടപഴകുന്നത് ഞാൻ കണ്ടതല്ലേ. ഞാൻ തന്നെ അത് ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോഴേക്കെന്റെ മൊബൈൽ ഓഫായി പോയി. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ അതിന്റെ തെളിവ് ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തേനെ. ഇക്കാര്യത്തിൽ ഇനി ചെയ്യേണ്ടത് മൂർത്തിയാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൾ ആരാണ്, എന്താണ് അവര് തമ്മിലുള്ള ബന്ധം, അതൊക്കെ കണ്ടെത്തണം. അതിനൊരു വഴിയേ ഉള്ളൂ. സച്ചിയെ മൂർത്തി ഫോളോ ചെയ്യണം. അത് ഞാൻ ഏറ്റു. അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തണം. സച്ചി ആ വീട്ടിൽ വരുന്നുണ്ടോ, പുറത്തു വെച്ച് കാണുന്നുണ്ടോ, അതെല്ലാം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം. അവനെതിരെയുള്ള എല്ലാ തെളിവുകളും നമുക്കുണ്ടാക്കാം. ഇനി അങ്ങോട്ടുള്ള സച്ചിയുടെ ദിവസങ്ങളെല്ലാം മൂർത്തിയുടെ കൺമുന്നിൽ തന്നെ ആയിരിക്കണം. അവന്റെ ഓരോ പ്രവൃത്തികൾക്കും യാത്രകൾക്കും പിന്നാലെ മൂർത്തി ഉണ്ടാവണം. എന്ന് പറഞ്ഞാ സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ അവന്റെ പിന്നാലെ ഞാൻ ഉണ്ടാവണം എന്നല്ലേ? ഉണ്ടാവും. അവൻ പോകുന്നിടത്തെല്ലാം എന്റെ ഈ 2 കണ്ണുകളും അവന്റെ പിന്നാലെ ഉണ്ടാവും. ഇതൊരു ഗോൾഡൻ ചാൻസാ. ഇതുപയോഗിച്ച് അർച്ചനയും സച്ചിയും തമ്മിൽ തെറ്റിക്കണം. ഹലോ, എന്താ വക്കീലെ? ഓ ആണോ? കൗൺസിലിംഗ്. ഓക്കെ, ആ ഡീറ്റെയിൽസ് എനിക്ക് ശരി. വക്കീൽ എന്തിനാ വിളിച്ചത്? ഡിവോഴ്സ് കേസിന്റെ നടപടികൾ കോടതിയിൽ തുടങ്ങാൻ പോവാ. പ്ലീസ് പ്ലീസ്. എന്നെ ശരിക്കും ഇഷ്ടമായിട്ടാണോ താൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ അല്ലാതെ എന്താ അങ്ങനെ ചോദിച്ചേ? പെട്ടെന്ന് എന്ത് പറ്റി? ശബ്ദത്തിന്റെ ഒരു മാറ്റം. എന്ത് മാറ്റം? ഒരു മാറ്റവും ഇല്ല. തോന്നിയതായിരിക്കും. എന്നാ പിന്നെ തോന്നിയതായിരിക്കും. അതെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? പറയൂ അനഘ, ഞാൻ ഏത് പാട്ടാ ഇന്ന് പോസ്റ്റ് ചെയ്യേണ്ടത്? അത് പിന്നെ ഇഷ്ടമുള്ളൊരു പാട്ട് മതി. പ്ലീസ് പ്ലീസ്. പക്ഷെ ലവ് സോങ് തന്നെ വേണം. ലവ് സോങ്ങിനെ പോസ്റ്റ് ചെയ്യണേ. ശരി, ഞാൻ ഫോൺ വെക്കട്ടെ. അപ്പൊ നമ്മൾ കാണുന്ന കാര്യം നമുക്ക് പിന്നെ കാണാന്നേ. സത്യം പറയടി, ആരാ ഇവൻ? എനിക്കറിയില്ല. നിക്കടി അവിടെ. നിനക്കറിയാഞ്ഞിട്ടാണോ അവൻ ഇത്രയും നേരം എന്നോട് പ്രേമം വിളമ്പിക്കൊണ്ടിരുന്നത്? ഓ, എന്തൊരു ഒലിപ്പിലായിരുന്നു. സത്യം പറഞ്ഞോണം, നീ എങ്ങനെ ഇവനെ വളച്ചത്? ഞാനെങ്ങും വളച്ചില്ല, എന്റെ പിന്നാലെ വന്നതാ. എങ്ങനെ വന്നു? ഇന്റർനെറ്റിൽ അവന്റെ പാട്ട് കേട്ടിട്ട് ഞാൻ ഫോളോ ചെയ്തു. ഓഹോ, അവന്റെ പാട്ട് അത്രയ്ക്ക് സൂപ്പറാണല്ലേ? നല്ലതുപോലെ പാടും. ഗാനമേളയിലൊക്കെ പാടുന്ന ആളാ. ഓഹോ, അത് ശരി. അപ്പൊ പാട്ടിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പ്രേമം അല്ലേ? എനിക്കങ്ങനെ പ്രേമൊന്നുമില്ല. സത്യം പറയടി, പറഞ്ഞില്ലെങ്കിൽ ഒറ്റ വീക്ക് വെച്ചിരുന്ന. പറയടി, നിനക്ക് പ്രേമമില്ലേ? സത്യം പറ, അവനിപ്പോ എന്തിനാ വിളിച്ചേ? അത് ഒന്ന് നേരിൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു വിളിച്ചതാ. ഓഹോ, അപ്പോഴത്തേക്കും പ്രേമം കുറച്ച് മൂത്തു. നീ ഒരു കാര്യം ചെയ്, അവനോട് വൈകിട്ടെ കൃഷ്ണന്റെ അമ്പലത്തിലോട്ട് വരാൻ പറ. ഞാൻ നിന്റെ കൂടെ വരും. ആദ്യം ഞാൻ അവനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നീ അവനെ പ്രേമിക്കണോ വേണ്ടയോ എന്ന്. പിന്നെ തൽക്കാലം ഞാൻ കൂടെ വരുന്ന കാര്യം അവനോട് പറയണ്ട. അതോ അവൻ ഇനിയും വിളിക്കുമ്പോ പ്രേമമൂത്ത് എല്ലാം പറഞ്ഞു കൊടുക്കോ? ഇല്ല, ഞാൻ പറയില്ല. അല്ല, നിന്നെ അവൻ എങ്ങനെ തിരിച്ചറിയും? നിന്റെ ഫോട്ടോ അവന് നീ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവനെ നിനക്കറിയാവോ? ഇന്റർനെറ്റില് വീഡിയോയും ഫോട്ടോയും ഒക്കെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കാണാൻ ചെല്ലുമ്പോ എന്നോടൊരു സാരി എടുത്തോണ്ട് വരണമെന്നാ പറഞ്ഞിട്ടുള്ളത്. അയ്യോടി, അവളുടെ ഒരു സാരി.
എന്തൊരു ഒലിപ്പീര്. ശരി ശരി, സാരി എങ്കിൽ സാരി. എന്തായാലും അവനൊന്ന് കാണട്ടെ, എന്നിട്ട് മതി ഈ പ്രേമവും മണ്ണാങ്കട്ടയൊക്കെ. മനസ്സിലായോ? വന്നോ? എവിടെയായിരുന്നു ഇതുവരെ? എന്താ വല്ലാതിരിക്കുന്നെ? ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? താനിത് അങ്ങനെ ചോദിച്ചേ? ചില കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വന്നാ ചോദിക്കണമല്ലോ. സാധാരണ ഇല്ലാത്തൊരു മുള്ളുമനെയും തന്റെ ചോദ്യത്തിൽ എവിടെ നിന്ന്? സാധാരണ പോലെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്, അല്ലേ? ആണെന്ന് സച്ചേട്ടന് പറയാൻ പറ്റുമോ? ഇന്നലെ പകലും ഞാൻ ഒരുപാട് വിളിച്ചു. ബെല്ലടിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഫോൺ എടുത്തില്ല. എന്താ എടുക്കാത്തെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വ്യക്തിപരമായ സച്ചേട്ടന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എന്നാലും ഒരു ഭാര്യ എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഞാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലോ. താനെന്തെങ്ങനെ ഫോർമലായിട്ട് സംസാരിക്കുന്നത്? തന്റെ സംസാരത്തിന്റെ രീതിയൊക്കെ മാറിയിരിക്കുന്നല്ലോ. ശരി, എന്നാ ഞാൻ ഒട്ടും ഫോർമൽ അല്ലാതെ ചോദിക്കാം. എന്ത് പറ്റി സച്ചേട്ട ഇന്നലെ? ഞാൻ വിളിച്ചപ്പോ ഫോണിൽ കിട്ടിയതുമില്ല. എന്നാ പോട്ടെ, എന്നാ തിരിച്ചു വിളിച്ചതുപോലും ഇല്ലല്ലോ. അത് ഇന്നലത്തെ കാര്യം ഒന്നും പറയണ്ട. നല്ല തിരക്കായിരുന്നു. ഇടയ്ക്ക് ഫോണ് കാറിൽ വെച്ച് മറന്നു. പിന്നെ രാത്രി താനില്ലാത്തന്റെ ബോറടി. അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. കൊള്ളാം. ഞാൻ എന്റെ മോളെ നിന്ന് എടുക്കട്ടെ.